അയലാൻ ഡയറക്ടഡ് ബൈ ആർ രവികുമാർ. ഇദ്ദേഹത്തിന്റെ തന്നെ ഇന്റർനെറ്റ് നാളെ എന്ന് പറയുന്ന സിനിമ പലരും കണ്ടിട്ടുണ്ടാവും. ടൈം ട്രാവലിനെ വളരെ വൃത്തിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു അത്. കാരണം അന്നത്തെ ആ ഒരു ബഡ്ജറ്റിൽ വെച്ചുകൊണ്ട് വളരെ നീറ്റ് ആയിട്ട് എടുത്തൊരു പടം തന്നെയായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ തന്നെ പടമാണ് ഇതെന്ന് കേട്ടപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ യൂണീക്ക് ആയിട്ട് കൊണ്ടുവരും. ഈവൻ മേക്കിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റോറിയിലായാലും ശരി, നമ്മൾ കേട്ടിട്ടുള്ള സ്ഥിരം ഇങ്ങനത്തെ സ്റ്റോറി ആണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കരുതി. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ബോറിംഗ് ആൻഡ് ലാഗ് പലയിടത്തും ഫീൽ ചെയ്തു. കാരണം ഇപ്പൊ അതൊരു കുട്ടികൾക്ക് വേണ്ടി കൂടി കണ്ടിട്ട് എടുത്തിട്ടുള്ള ഒരു പടമാണെങ്കിലും നമ്മൾ കാണുമ്പോൾ അത്ര വലിയ രീതിയിലുള്ള ഒരു പുതുമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു സ്റ്റോറിയിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് തവണ കേട്ടുള്ള കഥയാണെങ്കിലും ആ ഒരു എക്സിക്യൂഷനിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഈവൻ ഇത്ര ഇപ്പൊ ശിവകാർത്തികേയൻ, രാഹുൽ പ്രദീപ്, യോഗി ബാബു എന്നുള്ള അങ്ങനെയുള്ള ലീഡിങ് കാസ്റ്റ് ഉണ്ടായിട്ട് പോലും പടം അത്രത്തോളം എന്റർടൈൻ ചെയ്തിരുത്താനൊന്നും പടത്തിന് പറ്റിയിരുന്നില്ല. ആൻഡ് ഇപ്പോ സിദ്ധാർത്ഥാണ് ഇതിലത്തെ ഒരു ഏലിയന് സൗണ്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഏലിയന്റെ VFX ഒക്കെ നന്നായിട്ടുണ്ട്. അവിടെ ഇവിടങ്ങളിലൊക്കെ ആ സംഭവങ്ങളൊക്കെ കൊള്ളാം. ഈവൻ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് ഏലിയൻ, ആ ഒരു ഏലിയൻ ഗ്രഹമൊക്കെ കാണിച്ചിട്ടുള്ള പ്ലാനറ്റ് ഒക്കെ കാണിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം. പക്ഷെ ഓവറോൾ ആ സിനിമയുടെ സ്റ്റോറി ഇങ്ങനെ പോകുന്തോറും നമ്മളെ പിടിച്ചിരുത്തുന്ന ഇങ്ങനത്തെ ആ ഒരു സ്റ്റോറിയിൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്താനുള്ള ആ ഒരു ഫാക്ടർ ഇതിന് നല്ല രീതിയിൽ മിസ്സിങ് തന്നെയായിരുന്നു. റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക്. ആൻഡ് റഹ്മാൻ തന്നെയാണോ ചെയ്തതെന്ന് ഡൗട്ടായി. കാരണം കാര്യമായിട്ടുള്ള ആ ഒരു BGM മ്യൂസിക് ഒക്കെ വെറുതെ എന്ന് വെച്ചാൽ സാധാരണ ഒരു മ്യൂസിക്കിൽ ഒതുങ്ങിപ്പോയി. കാരണം അത്ര വലിയ ഒരു മെസ്മറൈസിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഒന്നും ഓഫർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഇതിൽ പറ്റിയില്ല. നീരവ് ഷായുടെ സിനിമാറ്റോഗ്രാഫി ജസ്റ്റ് ഒരു യൂഷ്വൽ തന്നെയായിരുന്നു. എന്റെ പടത്തിന്റെ ഡ്യൂറേഷൻ ഏകദേശം ഒരു 2.25 മണിക്കൂറുണ്ട് പടം. ഈ ഒരു 2.25 മണിക്കൂറോളം ഇപ്പോ നമ്മൾ ഇവിടെയുള്ള ഒരു ഈവിൾ ആയിട്ടുള്ള ആൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. എന്റെ അതിലൊരു ഹ്യൂമണിനെ അങ്ങനെ കൂട്ടുപിടിച്ചിട്ട് ഏലിയന്റെ ആ ഒരു മൊത്തത്തിലുള്ള ജേണി ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സ്ഥിരം നമ്മൾ കേട്ടേണ്ട കഥ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്താണ് എന്നുള്ള ഒരു ഫീല് നമുക്ക് തരാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയി എന്നുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഇവർ കുറെ കോമഡികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിലും ചെറിയ ചില സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്കൗട്ട് ആയി എന്നുള്ളതല്ലാതെ വലിയ രീതിയിലൊന്നും നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയിട്ടില്ല പടത്തിന്. പിന്നെ ഇപ്പൊ ഈ കോയി മിൽഗയ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ ഒരു ക്യാരക്ടർ ഈവൻ ആ പടത്തിന്റെ എൻഡിങ് എത്തുമ്പോഴേക്കും നമുക്കൊരു ഫീൽ ഉണ്ടാവും, ഇതിങ്ങനെ പോവാണല്ലോ എന്നുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഒരു ജേണി ഇവിടെ അവസാനിക്കുകയാണെന്നുള്ള എന്നുള്ള ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. ഇമോഷണലി നമ്മളെ നല്ല കണക്റ്റഡ് ആയിരിക്കും ആ സിനിമയൊക്കെ. പക്ഷെ ഇതിലേക്ക് വന്നാല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പടം എങ്ങനെയെങ്കിലും ഇപ്പൊ ഏകദേശം ഞാനിപ്പോ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുമായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ. കാരണം ഇങ്ങനെ പടം പൊക്കോണ്ടിരിക്കുകയാണ് ഒരു അന്തവും കുന്തവും ഇല്ലാത്തുള്ള രീതിയിൽ. ഓവറോൾ അത്ര വലിയ സുഖമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അയലാൻ ഡെസ്റ്റിനേഷൻ എർത്ത്. പടം കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. അൺടിൽ ദെൻ